Download now. CC Learning app. Hi all, welcome to Competitive Cracker. ഞാൻ അപർണ സന്തോഷ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ CC തന്നെയാണ് നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ. നമ്മളിവിടെ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സ് ഫ്രീ ക്വിസ് ഒക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതും ഡെയിലി. അത് കൂടാതെ തന്നെ നമുക്ക് PYQസിന്റെ ഒരു PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ റാങ്ക് എങ്ങനെ, നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കൃത്യമായി നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതുവരെ CC ഡൗൺലോഡ് ചെയ്തവരാണെങ്കിൽ ഇന്ന് തന്നെ CC ഡൗൺലോഡ് ചെയ്യുക. കറന്റ് നമുക്ക് ഇവിടെ 60 days ബാച്ച് റണ്ണിംഗ് ആണ് നെറ്റ് എക്കണോമിക്സിന്റെ. നമുക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086881144 ആണ് നമ്പർ വരുന്നത്. നമുക്ക് ഏകദേശം ഇനി 60 ദിവസമാണ് നമ്മുടെ ജൂണിലെ എക്സാമിനുള്ളത്. അപ്പൊ ഇപ്പോഴെങ്കിലും നിങ്ങൾ കൃത്യമായി പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് നെറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഏരിയാസ് നോക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ പോവരുത്. നമ്മൾ കുറച്ച് PYQസിനെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഒട്ടും സമയം കളയാതെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ചോദിച്ചേക്കുന്നത്? ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് ഇൻകം ഇലാസിറ്റി ചോദിച്ചിട്ടുണ്ട്, ക്രോസ് ഇലാസിറ്റി ചോദിച്ചിട്ടുണ്ട്, അതുപോലെ PPC കർവിനെ ആസ്പദമാക്കി ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണുള്ളത്, നെഗറ്റീവ് ഇൻകം എഫക്റ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇൻകം ഇലാസിറ്റി ക്രോസ് ഇലാസിറ്റിനെ ആസ്പദമാക്കിയിട്ട് ഇപ്പൊ ക്രോസ് ഇലാസിറ്റി വേണമെങ്കിൽ ഏതിന്റെ ടൈപ്പ് ഗുഡ്സ് എന്നുള്ള രീതിയിലൊക്കെ പല തവണ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അസേർഷൻ ആയിട്ടും ഇതുപോലെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പൊ ഇൻകം ഇലാസിറ്റി ഗ്രേറ്റർ ദാൻ, രണ്ട് ഇൻകം വന്നുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇൻകം ഇലാസിറ്റി പല ടൈപ്പ് ഗുഡ്സിന്റെ ഇൻകം ഇലാസിറ്റി നോക്കിയാലോ. ആദ്യം നമ്മുടെ നോർമൽ ഗുഡിന്റെ ഇൻകം ഇലാസിറ്റി എങ്ങനെയായിരിക്കും? നോർമൽ ഗുഡിന്റെ ഇൻകം ഇലാസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും കേട്ടോ. YD നമുക്കറിയാം ഗ്രേറ്റർ ദാൻ 0 ആണ്. അല്ലെങ്കിൽ എന്താണ്, ഒരു പോസിറ്റീവ് നമ്പർ ആണ്. നമുക്കൊരു പോസിറ്റീവ് ആണ് ഇൻകം ഇലാസിറ്റി എന്ന് പറയാം. ഇനി നോർമൽ ഗുഡ് കഴിഞ്ഞു. ഇനി എന്താണ് വരുന്നത്? ഇനി നമുക്ക് നെസസിറ്റി ഗുഡ്, അത്യാവശ്യം ആയിട്ടുള്ള ഗുഡ്സ് അല്ലെ. നെസസിറ്റി ഗുഡിന്റെ ഇൻകം ഇലാസിറ്റി എങ്ങനെയായിരിക്കും? തന്നെ ഇൻകം ഇലാസിറ്റി 0നും 1നും ഇടയിലാണ്. പോസിറ്റീവ് ആയെന്ന് തന്നെ നമുക്ക് പറയാം. 0നും 1നും ഇടയിലാണ് പോസിറ്റീവ് ആണെന്ന് പറയാം. ഇനി എന്താണ് വരുന്നത്? ലക്ഷറി ഗുഡ് ആണ് അല്ലെ. ലക്ഷറി ഗുഡിന്റെ ഇൻകം ഇലാസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇൻകം ഇലാസിറ്റി എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നത്. ഇനി ഏതാണ് ഇനി വരുന്നത്? ഇൻഫീരിയർ ഗുഡിന്റെ ഇൻകം ഇലാസിറ്റി എങ്ങനെയായിരിക്കും? തന്നെ ഇൻഫീരിയർ ഗുഡിന്റെ ഇൻകം ഇലാസിറ്റി ലെസ് ദാൻ 0. എന്താണ്? ലെസ് ദാൻ 0 ആണ്, അതായത് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി ഉള്ളത് ആരാണ്? നമ്മുടെ ഇൻഫീരിയർ ഗുഡ് ആണ് കേട്ടോ. ഇനി പോസിറ്റീവ് ഇലാസിറ്റി ആണ് എല്ലാവർക്കും ഉള്ളത്. ആൻഡ് ഗ്രേറ്റർ ദാൻ 1 ഇലാസ്റ്റിസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലക്ഷറി ഗുഡ് ആണ്. ആൻഡ് ഇലാസിറ്റി 0നും 1നും ഇടയിൽ വരുന്നത് നെസസിറ്റി ആണ്. അതുപോലെ നോർമൽ ഗുഡിന്റെ ഇലാസിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇലാസിറ്റി ഓക്കെ അല്ലേ? ഇനി ക്രോസ് ഇലാസിറ്റി ചോദിക്കണേ. ക്രോസ് ഇലാസിറ്റി എന്താണ്? ഇപ്പോഴും പലർക്കും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. എന്താണ് ക്രോസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് എ എന്ന് പറയുന്ന ഗുഡിന്റെ ഡിമാൻഡിൽ വന്നൊരു ചേഞ്ച്. എന്തുകൊണ്ട്? ഡ്യൂ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് ബി എന്ന് പറയുന്ന ഗുഡിന്റെ പ്രൈസിലുണ്ടായ ഒരു ചേഞ്ച് മൂലം എ എന്ന് പറയുന്ന ഗുഡിലെ ക്വാണ്ടിറ്റിയിലുണ്ടായ ചേഞ്ച് കാണിക്കുന്നതാണ് ക്രോസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലെ. അതേ നമ്മൾ സ്ഥിരമായി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് നമ്മൾ സ്ഥിരമായി പറയുന്നത് കോഫിയും പ്രൈസും. കോഫിയുടെ പ്രൈസ് കൂടിയത് കൊണ്ട് പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് കൂടിയത് കൊണ്ട് എന്തിലെ ഡിമാൻഡ്? ടീയുടെ ഡിമാൻഡ് കൂടി എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ക്രോസ് ഇലാസിറ്റി. ഇവിടെ നോക്കിക്കേ, രണ്ടും മേലോട്ട് ഒരേ ഡയറക്ഷനിലാണ് രണ്ടും പോകുന്നത്. സോ ക്രോസ് ഇലാസിറ്റി ഓഫ് ഇത് എന്ത് ഗുഡ്സ് ആണ്? എന്ത് ടൈപ്പ് ഓഫ് ഗുഡ് ആണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ്. ക്രോസ് ഇലാസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക? കോംപ്ലിമെന്ററി ഗുഡ്സ് ആണല്ലേ. ഒരു കോംപ്ലിമെന്ററി ഗുഡിനെ ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ്. കോംപ്ലിമെന്ററി ഗുഡ് ഇത് എന്തായിരിക്കും? പോസിറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്ത്? ക്രോസ് ഇലാസിറ്റി. ഇത് കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയുന്നത് എന്താണ്? പെട്രോൾ, കാർ, പെൻ, ഇങ്ക് അല്ലെ. ഇങ്കിന്റെ പ്രൈസ് കൂടിയപ്പോൾ പെന്നിന്റെ ഡിമാൻഡ് കുറഞ്ഞു. ഇവിടെ നോക്കിക്കേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ പോകുന്നത്.
സോ എന്താണ് അതിന്റെ അർത്ഥം? കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇത് 2-3 വട്ടം ഈ ഒരു ഏരിയ പല ടൈപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് നോട്ട് ചെയ്തേക്കുക. ഒരു വട്ടം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ കോംപ്ലിമെന്ററിനെ ആസ്പദമാക്കി ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, നെഗറ്റീവ് ആണോ ഇലാസ്റ്റിറ്റി എന്നുള്ള ആസ്പദമാക്കിയിട്ടായിരുന്നു ചോദിച്ചിരുന്നത്. വേറെ ഒരെണ്ണം ഇൻഡിഫറൻസ് കർവിനെ ആസ്പദമാക്കിയിട്ട് ചോദിച്ചിരുന്നു കേട്ടോ. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ എന്താണ്, ഇനി ഒരിക്കലും മറന്നു പോയത്, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് പോസിറ്റീവും ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് കോംപ്ലിമെന്റ് ഗുഡ്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കിക്കേ, ആദ്യത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻകം ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1. ഇൻകം ഇലാസ്റ്റിറ്റി എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 1 വരുന്നത്? ലക്ഷറി ഗുഡ് അല്ലേ? നമ്മൾ പറഞ്ഞു ഇൻകം ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ വരുന്നത് ലക്ഷറി ഗുഡ്. അപ്പൊ A3 ആയിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. ഇനി പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിറ്റി പോസിറ്റീവ് ആവുന്ന എപ്പോഴാണെന്നാണ് ഞാൻ പറഞ്ഞത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ. അപ്പൊ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ എന്താണ്? നെഗറ്റീവ് ആണ് കേട്ടോ. അതങ്ങനെ ഓർത്ത് തന്നെ പഠിക്കുക. അപ്പൊ B1 ആയിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇത് സ്ട്രൈക്ക് ഔട്ട് ചെയ്താൽ 4 നമ്മുടെ ആൻസർ നമുക്ക് അറിയാൻ പറ്റും. എന്നാലും നമുക്ക് ബാക്കിയുള്ളതും കൂടെ നോക്കാം അല്ലെ. ഇനി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത് ഇലാസ്റ്റിക് ആകുമ്പോഴും ഇൻഇലാസ്റ്റിക് ആകുമ്പോഴാണ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആവുന്നത് കേട്ടോ. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ഇനി നെഗറ്റീവ് ഇൻകം എഫക്റ്റ് എപ്പോഴാണ് വരുന്നത്? ഇൻഫീരിയർ ഗുഡ്സിനാണ് കേട്ടോ. സോ D2. ഓക്കെ, ഇങ്ങനെ വേണം നിങ്ങൾ എലിമിനേഷൻ മെത്തേഡിലേക്ക് വേണം എന്താ ചെയ്യാൻ കേട്ടോ. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യുക. ഇനി അടുത്ത, ഇഫ് ദ ഇൻകം എഫക്ട് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. ഇൻകം എഫക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതവിടെ വിട്ടിട്ടെ. എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് ഗ്രേറ്റർ. ഡൊമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ടൈപ്പ് ഗുഡ്സ് ആണ്? അവിടെയാണ് നിങ്ങൾ ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇവിടെ നോക്കുക, നോർമൽ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്, ഗിഫൺ ഗുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഡിവൈഡ് ചെയ്തേക്കാണ്. ഇതിന്റെ നോർമൽ ഗുഡിന്റെ പ്രൈസ് എഫക്റ്റ് നെഗറ്റീവും ഇൻകം എഫക്റ്റ് പോസിറ്റീവും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നെഗറ്റീവാണ്. ഇതുപോലൊരു ടേബിൾ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത് ഓരോന്നിന്റെയും ഓരോ എഫക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ നോർമൽ ഗുഡിന്റെ പോസിറ്റീവ് ആയിട്ടുള്ളത് എന്ത് മാത്രമാണ്? ഇൻകം എഫക്റ്റ് മാത്രമാണ്. ഓക്കെ, ഇൻകം എഫക്റ്റ് മാത്രമാണ്. ഇനി ഇൻഫീരിയർ ഗുഡിന്റെ എല്ലാം നെഗറ്റീവാണ്. ഗിഫൺ ഗുഡിന്റെ പ്രൈസ് എഫക്റ്റ് മാത്രമാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. ഇത് നിങ്ങളിങ്ങനെ നോട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഇവിടെ നിന്ന് മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് കൂടുതൽ കേട്ടോ. നെറ്റിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇവിടെ നോക്കുക, ഇൻഫീരിയർ ഗുഡിന്റെ ഏതാണ് വലുത്? ഇൻഫീരിയർ ഗുഡിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് വലുത്. ഏതാണ് വലുത്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഗിഫൺ ഗുഡിന്റെ ഇൻകം എഫക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഇനി പോയി കഴിഞ്ഞാൽ ഏത് എഫക്റ്റ് ആണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്? നോക്കിക്കേ, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഡൊമിനേറ്റ്, അതായത് SE ഗ്രേറ്റർ ദാൻ IE. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇൻകം എഫക്റ്റിനേക്കാൾ കൂടുതലായിരിക്കണം. നോക്കിക്കേ, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇൻകം എഫക്റ്റിനേക്കാൾ കൂടുതലാണ് ഇത് മാത്രമല്ലേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? ഇൻഫീരിയർ ഗുഡ്. ഏതാണ്? ഇൻഫീരിയർ ഗുഡ്. ഇൻഫീരിയർ ബട്ട് നോട്ട് ഗിഫൺ എഴുതിയേക്കണം. എന്തുകൊണ്ടാണ്? കാരണം ഗിഫൺ ഗുഡ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഇൻഫീരിയർ ഗുഡ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇവിടെ വേറൊരു ഗിഫൺ ഗുഡിനെ ആസ്പദമാക്കി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെ ആസ്പദമാക്കിയിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എങ്ങനെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് കണ്ടല്ലോ. ഇനി അടുത്ത ചോദ്യം വരികയാണെങ്കിൽ കോബ് ഡഗ്ലസിന്റെ ആണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്ത് ചോദിക്കുന്നത്. സെസ്സിനൊക്കെ കൂടുതൽ കോബ് ഡഗ്ലസ് ആണ്. കോബ് ഡഗ്ലസ് ഷുവർ ഷോർട്ട് ഏരിയ ആണ്, അത് പഠിക്കാതെ പോകരുത്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് ആൽഫയും ബീറ്റയും എന്താണ് മെഷർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട്, A എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടെക്നിക്കൽ അല്ലെങ്കിൽ മാനേജറിയൽ എഫിഷ്യൻസി കാണിക്കുന്നതാണ്. L ലേബർ, K ക്യാപിറ്റൽ. ആൽഫ എന്ന് പറയുന്നത് ലേബറിന്റെ ഔട്ട്പുട്ടിലേക്കുള്ള ഷെയർ ഓഫ് ലേബർ ടു ദ ഔട്ട്പുട്ട് ആണ്. ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് ക്യാപിറ്റലിന്റെ ഔട്ട്പുട്ടിലേക്കുള്ള ഷെയർ. അപ്പൊ അവരെന്താ മെഷർ ചെയ്യുന്നത്? അവര് മെഷർ ചെയ്യുന്ന ഔട്ട്പുട്ട് ഇലാസിറ്റീസ് ഓഫ് ഇൻപുട്സ് ആണ്. എന്താണ് അവർ മെഷർ ചെയ്യുന്നത്? ഔട്ട്പുട്ട് ഇലാസിറ്റീസ് ഓഫ് ഇൻപുട്സ്, അല്ലെങ്കിൽ എന്താണ്? ഷെയർ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ടു ദ ഔട്ട്പുട്ട് ആണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ ഉലോസ് തിയറത്തിനെ ആസ്പദമാക്കിയത്. ഇതിൽ ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലെ. ഇതിൽ ഏതാണ് ശരി? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, ഇവിടെ സ്ഥലം ഇവിടെ എഴുതാം അല്ലെ. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇൻടു ലേബർ പ്ലസ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഇൻടു ക്യാപിറ്റൽ എന്നത് എന്തിനോട് ഈക്വൽ ആണ്? ക്യൂവിനോട് ഈക്വൽ ആണ്. ഇതാണ് ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? തന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇൻടു ലേബർ. അതപ്പോൾ എന്താണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി? എങ്ങനെയാണ് നമ്മൾ? ഡോ Q ബൈ ഡോ L ഇൻടു L.
ഇവിടെ ആദ്യം കെ ആണ് എഴുതിയേക്കണേ, എന്നാലും കുഴപ്പമില്ല, എന്തായാലും ഇതിവിടെ നടുക്ക് പ്ലസ് അല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണ് ഇതാ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ആണ് വരുന്നത്. എന്താണ് ഡോ ക്യൂ, ഞാൻ ഈ എഴുതിയേക്കുന്ന രീതിയിലാണെങ്കിൽ ആദ്യം എൽ ആണ് വരുന്നത്. ഡോ ക്യൂ ബൈ ഡോ എൽ ഇൻറ്റു എൽ പ്ലസ് ഡോ ക്യൂ ബൈ ഡോ കെ ഇൻറ്റു കെ ഈക്വൽസ് ക്യൂ എന്നതാണ് ഇക്വേഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ കറന്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ 60 days ബാച്ച് റണ്ണിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാലേ ഒരു നാഷണൽ ലെവൽ എക്സാംസ് ആണ്. അപ്പോൾ നമ്മുടെ പാസ് പെർസെൻറ്റേജ് ഇതിൻ്റെ അത് ഭയങ്കര കുറവാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എക്കണോമിക്സ് അറിയാലോ, അത്യാവശ്യം വാസ്റ്റ് ആണ്. നമുക്ക് ആണെങ്കിൽ ജനറൽ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം നമുക്ക് എന്തൊക്കെ പഠിക്കും, നമുക്ക് കുറേ ക്രോണോളജി പഠിക്കാനുണ്ട്, ബഡ്ജറ്റ് പഠിക്കാനുണ്ട്, എക്കണോമിക് സർവേ പഠിക്കാനുണ്ട്, ധാരാളം പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് പഠിക്കണേ, നിങ്ങൾക്ക് എല്ലാം വലിച്ചു വാരി പഠിക്കേണ്ടത്, സോഴ്സ് എല്ലാം കുറവാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് CC ജോയിൻ ചെയ്താൽ മതി. നമ്മളിവിടെ എല്ലാം ഒരു കറക്റ്റ് ഫോമിൽ നിങ്ങൾക്ക് ഇത് മാത്രം പഠിച്ചാൽ മതി നെറ്റ് ക്രാക്ക് ചെയ്യാൻ എന്ന രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സോ അതുപോലെ നിങ്ങൾക്ക് കൃത്യമായി എന്ത് പഠിക്കണം എന്നറിഞ്ഞ് പഠിക്കണമെങ്കിൽ തീർച്ചയായും CC തന്നെയാണ് നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷനായി വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കിയാലോ. ഇതുപോലെ നമ്മുടെ എന്താ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ, അതായത് കോപ്പ് ഡഗ്ലസിന്റെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞല്ലോ കോപ്പ് ഡഗ്ലസ് അത്രയും ഇമ്പോർട്ടൻറ്റ്. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകാം, നമുക്ക് ടൈം ലിമിറ്റഡ് ആണല്ലോ. എന്താണ് ദ കോഎഫിഷ്യന്റ് എ ഷോസ് മാനേജറിയൽ എഫിഷ്യൻസി. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ എ എന്ന് പറയുന്നത് മാനേജറിയൽ എഫിഷ്യൻസി, ടെക്നിക്കൽ എഫിഷ്യൻസി ഒക്കെ കാണിക്കുന്നതാണ്. എ ശരിയാണ്. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഈക്വൽ ടു ആണെങ്കിൽ എന്താണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. സോ അത് ശരിയാണ്. ഇനി ദ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് L4K ലേബർ ഫോർ ക്യാപിറ്റൽ വരുമ്പോഴത്തേക്കും ഇതാണെന്നാണ് പറഞ്ഞത്. അല്ല കേട്ടോ, ഇവിടെ ഒരിക്കലും ഇതല്ല, ഇത് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശരിയാണ്. ബീറ്റ ക്യാപിറ്റലിന്റെ ആണ് ബീറ്റ വരുന്നത്, കറക്റ്റ് ആണ്. ഇതാണ് ഫോം. ഇത് നമ്മുടെ എന്താ ലേബറിന്റെ ആണ്. ഇവിടെ L ആണെന്ന് ചോദിച്ചെങ്കിൽ, ലേബർ ആയിരുന്നു ചോദിച്ചെങ്കിൽ ആൽഫ ക്യൂ ബൈ L എന്നൊരു ഇക്വേഷൻ വന്നാൽ കേട്ടോ. ഇതൊരു ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ നമുക്ക് C ഒഴിച്ച് ബാക്കി എല്ലാം ശരിയാണ്. C ഒഴിച്ച് ബാക്കി എല്ലാം ശരിയാണ്. ABD ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറഞ്ഞാൽ മതി, നമ്മൾ എന്തായാലും ഇത് സോൾവ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിൽ ഇതിലേതാണ് തെറ്റ് എന്നാണ് ചോദിച്ചത്. ഇതിലേതാണ് തെറ്റ്? ആദ്യത്തെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം നമുക്കറിയാം എന്താണ്, marginal productivity of labor by marginal productivity of capital equal MRTSLK. അതെന്താണ് ഈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്താണ് W/R എന്നാണ് മെഷർ ചെയ്യുന്നത്. നോക്കിയാലോ, MPL by MPK equal W/R. W/R അത് ശരിയാണ്. ഇനി MRTS ഈക്വൽ ഞാൻ ഇപ്പോൾ എഴുതിയേക്കുന്ന ഇക്വേഷൻ അതും ശരിയാണ്. MPL by W equal MPK അതും ശരിയാണ്. ലേബറിന്റെ വേജും ക്യാപിറ്റൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും. ഇനി ഇവിടുത്തെ തെറ്റെന്ന് പറഞ്ഞാൽ ഇത് W/R ആയിരുന്നു വരുന്നതിന്റെ, അത് ഉൾട്ടിയായിപ്പോയി, അതാണ് ഇതിന്റെ അകത്ത് വന്ന മിസ്റ്റേക്ക്. സോ തെറ്റിയത് ഓപ്ഷൻ 4 ആണ് കേട്ടോ. ഇനി മൊണോപ്പൊളി, നാച്ചുറൽ മൊണോപ്പൊളി അല്ലേ, നമുക്ക് 2 ടൈപ്പായിട്ടാണ് മൊണോപ്പൊളി അല്ലെ, എന്താ നാച്ചുറൽ മൊണോപ്പൊളിയും ലെജിസ്ലേറ്ററി ആയിട്ടുള്ള മൊണോപ്പൊളി അല്ലേ. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ അറിയില്ല എന്ന് വിചാരിക്കുക. ഒരു മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊണോപ്പൊളി എപ്പോഴും അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക, കോസ്റ്റ് കുറച്ചിട്ട് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നതാണ് അവരുടെ ആകെപ്പാടുള്ള മോട്ടീവ്. എങ്ങനെ ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഒരു മൊണോപ്പൊളി കാരണം പോലെ ചിന്തിച്ച് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല എന്ന് നോക്കുക കേട്ടോ. ആവറേജ് കോസ്റ്റ് കീപ്സ് ഓൺ റൈസിംഗ് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഓവർ ദ റെലവന്റ് റേഞ്ച് ഓഫ് ഔട്ട്പുട്ട്. നോക്കുക, ആവറേജ് കോസ്റ്റ് ഔട്ട്പുട്ടിനെ ആസ്പദമാക്കി കൂടുവാണെങ്കിൽ അവർ കൂട്ടുമോ ഔട്ട്പുട്ട്? ഇല്ല അല്ലെ. കോസ്റ്റ് കൂട്ടാനല്ല കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സോ ഒന്നാമത്തെ തെറ്റിപ്പോയി. ആവറേജ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് വിത്ത് ഇൻക്രീസ്, വലിയ മാറ്റമില്ല. അപ്പൊ അതാണോ? നമുക്കൊരു സംശയം, നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലിങ്ങനെ വരച്ചിടുക. ഇനി ആവറേജ് കോസ്റ്റ് ഫസ്റ്റ് ഡിക്രീസ്, ആദ്യം കുറയുന്നു പിന്നീട് കൂടുന്നു. ഒരു കൂടുന്ന കാര്യം നമ്മുടെ മൊണോപ്പൊളിക്കില്ല, അതുകൊണ്ട് തെറ്റിപ്പോയി. ഇനി ആവറേജ് കോസ്റ്റ് കീപ്സ് ഓൺ ഡിക്രീസിങ് വിത്ത് ഇൻക്രീസ്, ഔട്ട്പുട്ട് കൂടുന്തോറും ആവറേജ് കോസ്റ്റ് കുറയുകയാണെങ്കിൽ അതിനെയാണ് നാച്ചുറൽ മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആവറേജ് കോസ്റ്റ് ഔട്ട്പുട്ട് കൂടുന്തോറും കുറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ മൊണോപ്പൊളി എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. ക്ലിയർ അല്ലേ? നമ്മൾ മൈക്രോയുടെ കുറച്ച് ഏരിയാസ് മാത്രമേ ഡിസ്കസ് ചെയ്യൂ. ഇനിയും കുറേ മാർക്കറ്റ് സ്ട്രക്ചർ ആയിക്കോട്ടെ, നമ്മുടെ വെൽഫെയറിൻ്റെ ഏരിയ ആയിക്കോട്ടെ, എല്ലാ ഭാഗങ്ങളും ഇനിയും ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൈക്രോയുടെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമന്റിൽ പറഞ്ഞാൽ മതി. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിജയികളാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ നെറ്റ് JRF വിജയികളാണ് നമ്മളിവിടെ. അപ്പോൾ അടുത്ത വട്ടം നിങ്ങളുടെ പേരും ഈ കൂട്ടത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ CCയിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നമുക്ക് ഇവിടെ കറന്റ് 60 days ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 60 ദിവസങ്ങളിൽ നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്